ഈ ലുക്ക് പുതിയ സിനിമ? സിനിമയൊന്നുമില്ല ഇപ്പോൾ. ഇതെന്റെ ലുക്ക്. സിനിമയൊന്നും അല്ല, ഞാൻ ടൂറൊക്കെ ഒന്ന് പോയായിരുന്നു. മിനിഞ്ഞാന്ന് വന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ കുറെ നാളായിട്ട് എന്തെങ്കിലും സിനിമയുടെ ലുക്കിലാണ് നടക്കാറുള്ളത്. അതല്ലാണ്ട് ഞാൻ എനിക്കിഷ്ടമുള്ള ലുക്കുകളൊക്കെ ഒരു ലുക്കിൽ പിടിച്ചു. കുറെ നാളെ ഇത് അടിയൊക്കെ വെച്ചിട്ട്. അതെ. അതൊരു പുതിയ സിനിമ നരിവേട്ട അല്ലേ? സിനിമ പേരുകൊണ്ട് എനിക്ക് മനസ്സിലായത് ഒരു ആദിവാസി നീതിക്ക് വേണ്ടി ഒരു സമരം, അടിച്ചമർത്തപ്പെട്ട സമരം. സിനിമ എന്താണെന്ന് എനിക്കറിയില്ല. ടോവിക്ക് എന്താണ് ഈ സിനിമയെക്കുറിച്ച്? ഇത് പല ഇൻസിഡൻസും ചിലപ്പോൾ ഓർമ്മയിൽ വന്നേക്കാം ഈ സിനിമ ത്രൂ ഔട്ട് കാണുന്ന സമയത്ത്. ഇപ്പോൾ ട്രെയിലർ കണ്ടിട്ട് തന്നെ പലരും പറഞ്ഞു ഒരു ഇൻസിഡൻ്റ് അല്ല, പല ഇൻസിഡൻറ്റുമായിട്ട് അവർക്ക് റിമൈൻഡ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതും അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റിൻ്റെ വളരെ ഷോർട്ട് ബൈ ഷോർട്ടായിട്ടുള്ള ഒരു എന്താ പറയുക ഡോക്യുമെൻറ്റേഷൻ അല്ല നമ്മൾ ഈ സിനിമയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്യണമെങ്കിൽ അത് റിസർച്ച് മാത്രം പോരാ, അത് ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റിഗേഷനും ഒക്കെ വേണ്ട കാര്യമാണത്. പക്ഷെ നമ്മളെ സിനിമയിൽ നമ്മൾ ഫിക്ഷണലൈസ് ചെയ്തിട്ടുള്ള ട്രൂ ഇൻസിഡൻസിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് നമ്മൾ. അതിനകത്ത് സിനിമാറ്റിക് ലിബർട്ടി എടുത്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞങ്ങളുടെ ക്യാരക്ടേഴ്സൊക്കെ തന്നെ ഇതിനകത്ത് ഫിക്ഷണൽ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഫിക്ഷൻ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഈ സിനിമ കഥ പറയുന്നതിൻ്റെ ഒരു ഭംഗിക്കും ആളുകൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതിൻ്റെയും ആവശ്യമുള്ളതുണ്ട്. പക്ഷെ നമ്മളിതിനകത്ത് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഇത് മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത് സത്യസന്ധമായിട്ടുള്ള ഒന്ന്. എനിക്ക് സത്യസന്ധമായ ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ തോന്നിയ ഒരു പോലീസാണ്. പക്ഷേ എനിക്ക് ഈ മുത്തങ്ങ സംഭവത്തിലേക്ക് ഞാൻ ഒന്നും കൂടെ വരികയാണ്. എന്ത് വായിക്കട്ടെ, മുത്തങ്ങ സംഭവത്തിൽ 2 പേരാണ് മരണപ്പെട്ടത്. ഒരു പോലീസുകാരനും ഒരു ആദിവാസി യുവാവും മരണപ്പെട്ടു. നടന്ന സംഭവങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല അല്ലേ? മുത്തങ്ങ പറഞ്ഞതും കേരളം കേട്ടതും എന്താണെന്ന്, മുത്തങ്ങ എന്തോ പറഞ്ഞു, കേരളം എന്തോ കേട്ടു, ഇത് മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ. പൊതുവെ മൊത്തത്തിലൊന്നും പുറത്തു വന്നിട്ടില്ല. ഈ സിനിമയ്ക്കുള്ള യാത്ര ടോവി കഥ കേൾക്കുമ്പോൾ, ടോവിയുടെ സംബന്ധിച്ച് മുത്തങ്ങ സംഭവമൊക്കെ ഓർക്കുന്നുണ്ടായിരുന്നു ഈ സിനിമയുടെ കഥ കേൾക്കുമ്പോൾ? അതായത് അങ്ങനെ ഒരു സംഭവമല്ല, ഒരുപാട് സിനിമകൾ ഓർക്കേണ്ടതുണ്ട്, ഓർമ്മിപ്പിക്കപ്പെടേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ചില വാർത്തകളൊക്കെ വായിക്കുമ്പോഴും ഇപ്പോൾ ഇത് നമ്മൾ പറയുന്ന 2003 എന്ന് പറയുന്നത് ഞാനന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് 2003. അതുപോലെ 2003 2004 ജനിച്ച കുട്ടികൾ ഇന്ന് യുവാക്കൾ എന്ന് വിളിക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ എനിക്കറിയാവുന്നത്രയ്ക്ക് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് 2003 അതിന് മുമ്പും നടന്നിട്ടുള്ള പല കാര്യങ്ങളെ പറ്റിയിട്ടും അവർക്ക് യാതൊരു അറിവും ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫിക്ഷണലൈസ് ചെയ്ത് പറയുമ്പോൾ പോലും നമ്മൾ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ താല്പര്യപ്പെടുന്നവർക്ക് ഇതിൻ്റെ സത്യാവസ്ഥയും ഇതിനെ പറ്റിയിട്ടുള്ള വാർത്തകളും ഒക്കെ ഇപ്പോഴും അന്വേഷിച്ചാൽ പലയിടത്തും കിട്ടുമായിരിക്കും. വളരെ കുറച്ച് കിട്ടുള്ളൂ, എന്നാലും കിട്ടുമായിരിക്കും, അവൈലബിൾ ആയിരിക്കേണ്ടതാണ്. പണ്ട് ഇങ്ങനെയുള്ള ഒരു 10-20 വർഷം മുമ്പ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഇന്ന് കാണുന്ന അത്രയും സോഷ്യൽ മീഡിയയോ വാട്സാപ്പില്ല, ഫേസ്ബുക്കില്ല, ഇൻസ്റ്റഗ്രാമില്ല, ട്വിറ്ററില്ല, ഓർക്കൂട്ട് പോലും ഇല്ല, ആൻഡ്രോയിഡ് ഫോണില്ല. അന്ന് മെസ്സേജിന് പൈസയുണ്ട്, ഇൻകമിംഗ് കോളിന് വരെ പൈസ ഉള്ള സമയത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അത് ഇപ്പോൾ എൻ്റെ മോനെ 4 വയസ്സാണ് പ്രായം. അവന് ഇൻകമിംഗ് കോളിന് പൈസയോ എന്ന് ചോദിച്ചാൽ അവന് മനസ്സിലാവില്ല. അവൻ ഈ പറയുന്ന പോലെ കാർഡ് വെച്ചല്ലേ പേ ചെയ്യുക, എന്തിനാണ് ഈ കടലാസ് എന്ന് ക്യാഷിനെ പറ്റി ചോദിച്ചാലും അത്ഭുതപ്പെടാൻ പറ്റില്ല. കാരണം നമ്മൾ കൂടുതലും ഗൂഗിൾ പേയും കാർഡുകളിലേക്കൊക്കെ മാറി. പറഞ്ഞ് മാറ്റം എന്ന് പറയുന്നത് ഭയങ്കര മാറ്റമാണ് കഴിഞ്ഞൊരു 20 കൊല്ലത്തിനിടയ്ക്ക് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ തന്നെ ആലോചിക്കുന്ന സമയത്ത് ഇന്ന് നമുക്ക് നമ്മളുടെ ഫോൺ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു എക്സ്റ്റേണൽ ഓർഗനായി മാറി. ഫോണില്ലാതെ നമുക്ക് സമാധാനമായിട്ട് എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റുമോ? ആരെങ്കിലും വിളിച്ചിട്ടുണ്ടാവോ, ഞാൻ ഫോൺ എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ദൈനംദിന ജീവിതത്തിൽ ഇതുപോലുള്ള മാറ്റങ്ങൾ നമ്മളറിയാതെ നമ്മളുടെ ശീലങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ ഓൾറെഡി മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഭയങ്കര അതിശയോക്തി തോന്നിയേക്കാം. അന്ന് ഫോണിലായിരുന്നു, അന്ന് അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. അന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തേക്കാൾ വളരെ വ്യത്യസ്തമായിരുന്നു. ഒരു സംഭവത്തിൻ്റെ ഔദ്യോഗികമായിട്ട് പുറത്തുവിടുന്ന ഒരു വാർത്തയോ അല്ലെങ്കിൽ ഒറ്റ സോഴ്സിൽ നിന്നുള്ള ഒരു ഇൻഫർമേഷനോ മാത്രം കിട്ടിയിരുന്ന കാലഘട്ടമാണ് ഈ 20 വർഷങ്ങൾക്ക് മുമ്പെന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് ഒരേ ഇൻസിഡൻറ്റിൻ്റെ തന്നെ പല ആംഗിളിലുള്ള വിഷ്വൽസും പല പെർസ്പെക്റ്റീവിലുള്ള ഇൻ്റർപ്രിട്ടേഷൻസും ഒക്കെ കാണാൻ സാധിക്കുന്ന ഈ ഒരു സമയത്തുള്ളതിനേക്കാൾ വളരെ വ്യത്യസ്തമായിരുന്നു അന്നത്തെ അവസ്ഥ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.